സാമ്പത്തിക വിദഗ്ധനാണ് ശ്രീ സംഗീതരൻ. എങ്ങനെയാണ് ഈ ഒരു ബജറ്റ് പ്രഖ്യാപനത്തെ താങ്കൾ എങ്ങനെയാണ് ഒരു പ്രാഥമികമായി നോക്കിക്കാണുന്നത്? വളരെ കൂടുതൽ പ്രതീക്ഷകൾ കൈവച്ച് നമ്മൾ ഉണ്ടായിരുന്ന ആ പ്രതീക്ഷകൾക്ക് ഉയർന്നിട്ടില്ല. എനിക്ക് തോന്നുന്ന നമ്മൾ വിഭവ സമാഹരണത്തിൽ ധനസമാഹരണം നടത്തുന്നത് കൂടുതലായി 2 സംസ്ഥാനങ്ങളിലൊക്കെ പോയത് അതിനൊരു പ്രത്യേക കാരണം ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മെ സംബന്ധിച്ചോളം കേരളം പലതരത്തിലുള്ള നമ്മളിവിടുന്ന് കേരളത്തിലെ ധനകാര്യമന്ത്രി പറഞ്ഞത് ആദ്യം ഒരു പ്രത്യേക പാക്കേജ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അതൊന്നും നടന്നിട്ടില്ല. മറുവശത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ അനുകൂലമായി കാണേണ്ട കാര്യങ്ങളും ഉണ്ട്. നമ്മളെ നാട്ടിനെ സംബന്ധിച്ചോളം MSME, അത് മൈക്രോ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ ഇവിടെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചെങ്കിലേ പറ്റുള്ളൂ. അതിനെ പ്രോത്സാഹിപ്പിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയുണ്ട്. അതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, തൊഴിലാളികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം വരുത്തുന്നതാണ്. പക്ഷെ ഇത് ബഡ്ജറ്റ് പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങിയാൽ പോരാ. വേറൊരു കാര്യം ഞാൻ കാണുന്നത്, ഈ ഇന്ത്യക്ക് ഒരു നല്ലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിരുന്നാൽ, ഇവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗമായിരുന്നു ഗ്രാമീണ മേഖലയിൽ വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് ഗുണപ്പെട്ടേനെ. കാരണം വീടിന്റെ പട്ടിണി മാറ്റാൻ പറ്റുമായിരുന്ന പലതരത്തിലും നമുക്ക് പ്രയോജനം വരുമായിരുന്നു. ഇവിടെ ബജറ്റിൽ ഞാൻ കാണുന്ന മറ്റൊരു ന്യൂനതയുണ്ട്. ആ ന്യൂനത വളരെ പ്രധാനമാണ്. ഇവിടെ സാമ്പത്തിക അസമത്വം എന്ന് പറയുന്ന സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് 1% ധനികന്മാരായിട്ടുള്ളവരിലാണ് സ്വത്ത് മുഴുവൻ അങ്ങ് ഇരിക്കുന്നത്. ബാക്കി വന്നാൽ ജനസംഖ്യയുടെ 50% പേര് ദാരിദ്ര്യരേഖയിലോ ദാരിദ്ര്യരേഖയ്ക്ക് തൊട്ട് താഴെയാണ്. അവരെ സംബന്ധിച്ചോളം സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് വരുത്തുന്നില്ല. ഒരു പക്ഷേ ഇവരിത് പറയുന്നത് എങ്ങനെയായിരിക്കും, വളരെ തട്ടുകട പോലുള്ള സ്ഥാപനങ്ങൾക്ക് മുദ്രാ ലോൺ കൊടുക്കുന്നതിനകത്ത് 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷമായി വർദ്ധിപ്പിക്കും എന്ന് പറയും. പക്ഷെ അതൊക്കെ വരുന്നൊരു കാര്യം, അത് അനുവദിച്ച് കിട്ടാനും അതനുസരിച്ച് അവർ കൂടുതൽ സംരംഭകരായി മാറാനും അവരുടെ തിരിച്ചടവിനുള്ള കാര്യങ്ങളും ഒക്കെ പരിഗണിക്കും. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ആനുകൂല്യം കിട്ടുകയുള്ളൂ എന്നൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം കാണാം. മറ്റൊരു കാര്യം, ഇടത്തരക്കാരെ സംബന്ധിച്ചോളം വലിയ നിരാശ ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ കൂടുതൽ മാറ്റങ്ങൾ ഇൻകം ടാക്സിൽ, ആദായ നികുതിയിൽ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇളവുകളും ഉണ്ടെന്നാണ്. ഒരു തരത്തിൽ ഇളവുകൾ ഇല്ലെന്ന് മാത്രമല്ല, പുതിയ ഇൻകം ടാക്സ് 2 തരത്തിലാണ്. ഒന്ന് പുതിയ നിരക്കിലുള്ളവർക്കും അതുപോലെ തന്നെ പഴയ നിരക്കിലുള്ളവർക്കും. പഴയ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ വിലക്കയറ്റം കുറച്ചു കൊണ്ടുവരുന്നതിനും അല്ലെ വിലക്കയറ്റത്തിനെ നിയന്ത്രിക്കുന്നതിനും സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിനും ഉള്ള പ്രത്യേക പദ്ധതികൾ ഇപ്പം മൊത്തം പ്രസംഗം കേട്ടിരുന്ന അതിനകത്ത് പറഞ്ഞ് കേട്ടിട്ടില്ല. ഇനി വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നേരം കഴിയും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 500 വളരെ വൻകിടായിട്ടുള്ള സ്ഥാപനങ്ങളില്, ഇവിടെ നല്ല സ്ഥാപനങ്ങളില് യുവജനങ്ങൾക്ക് അപ്രന്റീസ് പദ്ധതി ഏർപ്പെടുത്തുന്നുണ്ട്. അത് 5 കൊല്ലം കൊണ്ട് 1 കോടി യുവജനങ്ങൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ ഒരു സജ്ജീകരണം ഉണ്ടാക്കുമെന്ന് പറയുന്നത് അത് തികച്ചും സ്വാഗതാർഹമാണ്. അവർക്ക് കാര്യങ്ങൾ 5000 രൂപ പ്രതിമാസ ഫെലോഷിപ്പോടുകൂടി പഠിക്കാനും 12 മാസം അങ്ങനെ പൂർത്തിയായി കഴിയുമ്പോൾ ഒന്നുകിൽ അവിടെ തന്നെ തുടരാനോ മറ്റ് സ്ഥാപനങ്ങളിൽ പോകാനോ അവർക്ക് വേണമെങ്കിൽ സംരംഭകരാകാനോ ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ കോർപ്പറേറ്റുകൾക്ക് മുൻഗണന നൽകുന്നു, അല്ലെങ്കിൽ അവരെ ഒന്ന് തലോടുന്നതാണ് ഈ ബജറ്റ് എന്ന് മോദി സർക്കാരിന്റെ പല ബജറ്റുകളെ കുറിച്ചും ആക്ഷേപമുണ്ടായിരുന്നു. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ ഇതിൽ? ഇപ്പോഴും അതിനെപ്പറ്റി പറയാനുള്ളതാണ്. കാരണം ഞാൻ 2 രീതിയിൽ അത് പറയാം. ഒന്ന്, ഈ കോർപ്പറേറ്റുകൾക്ക് ഈ ടാക്സ് എന്ന് പറയുന്നതിനകത്ത് ഇളവ് കൊടുത്ത് പരമാവധി അങ്ങ് വെച്ചിരിക്കുക. ശമ്പള വരുമാനക്കാരൻ താഴ്ന്ന ആളുകളെ പിഴിഞ്ഞങ്ങ് വാങ്ങുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട എൻ്റെ സ്വന്തമായ ഒരു വലിയ വ്യൂ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, സ്വത്ത് നികുതി എന്ന് പറയുന്ന പഴയ വെൽത്ത് ടാക്സ് അന്നൊരു കാലത്ത് അത് പ്രത്യേക സാഹചര്യത്തിലാണ് നിർത്തലാക്കിയതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പണം നമുക്ക് ഗുണപ്പെടില്ലെന്നാണ്. അത് കാലമൊക്കെ മാറി. ഞാൻ മുമ്പേ പറഞ്ഞാണ് 1% പേര് അതിസമ്പന്നരായിട്ട് കഴിയുന്ന ഈ രാജ്യത്ത് 10%-ലധികം പേര് ഏതാണ്ട് 3/4% ദേശീയ സ്വത്ത് കൈവശം വെക്കുമ്പോൾ ആ വെൽത്ത് ടാക്സിലൂടെ പണം കൊണ്ടുവരണമായിരുന്നു. അങ്ങനെയുള്ള ഒരു കാര്യത്തെ തൊടാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും കോർപ്പറേറ്റുകൾക്ക് തലോടലും പിന്തുണയും നൽകുന്ന ഒരു സമ്പ്രദായം
നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകളായി നിലനിൽപ്പുണ്ട്. അത് നിൽക്കുന്നിടത്തോളം കാലം എന്നാൽ നമ്മൾ ഈ ടാക്സ് ആയാലും മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങളായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഇളവുകൾ കൊടുക്കുമ്പോഴത്തേക്ക് ഖജനാവിലെ പണം കുറയുകയാണ്. ഖജനാവിലെ പണം കുറയുകയാണെങ്കിൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും മറ്റും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അന്നേരം നമുക്ക് ആ കാര്യത്തിൽ ആക്ഷേപം അതേപടി നിലനിൽക്കുന്നുണ്ട്. ഒരു തരത്തിലും അതിന് കുറവ് വന്നിട്ടില്ല. വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പറയാം. പൊതുവെ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. വേറെ ഏതെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഇവിടെ ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ 15,000 കോടി രൂപയുടെ പ്രോജക്ട് ആന്ധ്രാപ്രദേശിന് കൊടുത്ത് അതേപോലെ തന്നെ ബീഹാറിന് വാരിക്കോരിയും കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് ജനങ്ങളിലെ ഒരു അസംതൃപ്തി, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ സംബന്ധിച്ചോളം ഒരു അസംതൃപ്തി ഉണ്ടാക്കുന്നതിന് തീർച്ചയായും വകയുണ്ട്. ഏതായാലും 24,000 കോടി രൂപയുടെ പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത്. ഇതൊക്കെ ബീഹാറിലേക്കും ആന്ധ്രയിലേക്കും ഒക്കെ വഴിമാറിപ്പോയി കേരളം ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളും അസ്വസ്ഥരാകുന്ന സാഹചര്യമാണോ? അസ്വസ്ഥരാകുന്നുള്ളതിനും സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാലേ, ഇപ്പൊ നമുക്കൊരു സംബന്ധിച്ചോളം നമുക്ക് ധനവിഭവമാണല്ലോ ഈ ബജറ്റിലൂടെ അവതരിപ്പിക്കുന്നത്. ധനവിഭവം എത്ര കണ്ട് സമാഹരിക്കാനാവുമെന്നുള്ളതാണല്ലോ. സമാഹരിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ വലിയ പദ്ധതികളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വളരെ പരിമിതമായ കാര്യങ്ങളിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ധനവിഭവ സമാഹരണത്തിൽ സിംഹഭാവവും രണ്ട് സംസ്ഥാനങ്ങൾക്ക് പോകുമ്പോൾ മറ്റുള്ളവർ അസംതൃപ്തരാകുന്നെന്ന് മാത്രമല്ല അവരുടെ വികസന മുരടിപ്പ് തന്നെ അവർക്ക് ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇനി കേരളത്തെ സംബന്ധിച്ചോളം നമുക്ക് രണ്ടൊന്ന് കാര്യങ്ങളിൽ മാത്രമേ പ്രയോജനം കിട്ടാനിടയുള്ളൂ. ഒന്ന് ടൂറിസത്തിന്റെ കാര്യത്തിൽ. ടൂറിസത്തിന്റെ മേജർ പ്രോജക്റ്റുകളൊന്നും കേരളത്തിലില്ല. അങ്ങനെ ഉള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രയോജനം കിട്ടുക, അതല്ലെങ്കിൽ നമുക്ക് ആകെ കിട്ടാൻ കഴിയുന്നത് ഈ മീഡിയം SMSC ഞാൻ പറഞ്ഞില്ലേ, ചെറിയ സൂക്ഷ്മ ചെറുകിട ഇടത്തര സ്ഥാപനങ്ങൾ, അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന എന്തെങ്കിലും രീതിയിലാവാം. മുദ്രാ ലോണുകൾ ഇവിടെ വളരെ കുറവാണ് കേരളത്തിലുള്ളവർ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ഈ തട്ടുകളൊക്കെ മറ്റ് ചെറിയ സംരംഭക്കാരാണ്. അവരൊക്കെ ഇനി അത് 20 ലക്ഷം രൂപയായിട്ട് ഉയർത്തുമ്പോൾ ഏതെങ്കിലും രീതിയിലാകാം എന്ന് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ, ആന്ധ്ര ഒഴിച്ച് തെക്കൻ സംസ്ഥാനങ്ങളെ മുഴുവൻ, കേരളത്തിനെ മാത്രമല്ല തെക്കൻ സംസ്ഥാനങ്ങളെ മുഴുവൻ അവഗണിച്ചെന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായ പുതിയ മാനങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. കാരണം ഇവിടെ അവരുടെ ഭരണകക്ഷിക്ക് ആന്ധ്രാപ്രദേശിൽ മാത്രമേ സപ്പോർട്ട് ഉള്ളപ്പോൾ മറ്റു സംസ്ഥാനങ്ങളെ ഒരു തരത്തിൽ ഉപേക്ഷിച്ച രീതിയിൽ അല്ലെങ്കിൽ അവഗണിച്ച രീതിയിൽ ഒരു ചിന്ത വരുന്നതിന് കാരണവും തീർച്ചയായും വളരെ സാഗരൻ താങ്കളുടെ പ്രതികരണത്തിന് എന്തായാലും വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അത് വ്യക്തമാണ്. കാരണം ബീഹാറിനും ആന്ധ്രയ്ക്കുമൊക്കെ കൂടുതൽ നൽകുമ്പോൾ ഘടകകക്ഷിയാണ്, പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. അവരുടെ പിന്മാറ്റമോ